ആർട്ടറീസിന്റെ ഇടയിൽ നിന്നുള്ള പൗച്ചില്ലേ, ഈ പൗച്ചിനകത്ത് നിന്നാണ് ഉണ്ടാവണേ. അങ്ങനെ ഡെവലപ്മെന്റ് സമയത്ത് അതിങ്ങനെ താഴേക്ക് വന്നിട്ട് ഇവിടെ ഹയോയിഡ് ബോൺ ഒക്കെ ഉണ്ടാവും. ഹയോയിഡ് ബോണിന്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ വന്നിട്ട് ഈ നമ്മുടെ ട്രക്കിയുടെ ഫ്രണ്ടിലായിട്ട് ഇത് ബൈഫിഡ് ആയിട്ട് ഗ്രോ ചെയ്യും. ബൈഫിഡ് ആയിട്ട് 2 ഗ്ലാൻഡ്സ് ആയിട്ടാണ് ഇത് ഗ്രോ ചെയ്യണേ. പിന്നെ അങ്ങനെയാണ് തൈറോയിഡ് ഗ്ലാൻഡിന്റെ ഫോളിക്കുലാർ പാർട്ട് ഉണ്ടാവണേ. പിന്നെ മറ്റേ പാരഫോളിക്കുലാർ സി സെൽസ് എന്ന് പറഞ്ഞൊരു സെൽസ് ഇല്ലേ, ആ സെൽസ് എന്ന് പറയുന്നത് ഈ ഫോർത്ത് ഫെരിഞ്ചിയൽ ആർച്ച് എന്നാണ്, ആർച്ചിന്റെ സൈഡിൽ നിന്നുള്ള അൾട്ടിമോ ബ്രേക്കിയൽ ബോഡി എന്നാണ് ഉണ്ടാവണേ. ഓക്കെ, ഹലോ. കേക്കാം. ആ ഇനി ഇതാ സാധനം ഇവിടെ പറഞ്ഞ ഈ സാധനം ഇതുണ്ടോ, ഇത് താഴേക്ക് വന്ന് ഇത് ഹയോയിഡ് ബോൺ, ഹയോയിഡ് ബോണിന്റെ ഫ്രണ്ടിൽ കൂടെ വന്നിട്ട് ഈ തൈറോയിഡ് കാർട്ടിലേജ് കഴിഞ്ഞിട്ട് അതിന്റെ അടിയില്. ഓക്കെ, ഇതൊന്നും വേണ്ട. ആദ്യം ഇത് പേറ്റന്റ് ആയിരിക്കും, പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് കൊളാപ്സ് ആയി പോകും. അങ്ങനെയാണ്. ഒരു 3rd month ഒക്കെ കഴിയുമ്പോഴേക്കും അത് കൊളാപ്സ് ആയിട്ട് പിന്നെ റെമനന്റ് ആണ്, അതിന് യൂസ് ഒന്നുമില്ല. കേട്ടോ, ഫോറമൻ സീക്കത്ത് നിന്നാണ് ഉണ്ടാവുന്നത്. കേക്കാവോ? കേൾക്കണില്ലെങ്കിൽ പറയണ്ടേ, എഴുതിയാൽ മതി, ചിലപ്പോൾ ഞാൻ കേൾക്കില്ലായിരിക്കും. ഇത് നമ്മൾ ഗ്ലാൻഡിന്റെ അനാറ്റമി ജസ്റ്റ് ഒന്ന് പറയണേ. ഇത് C5 to T1 വെർട്ടിബ്രയില്ലേ, C5 to T1 അതാണ് അതിന്റെ വെർട്ടിബ്രയുടെ ലെവൽ എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം ഇത് തൈറോയിഡ് ആണ്, ക്രിക്കോയിഡ് ആണെന്നൊക്കെ അറിയാം. ഈ ക്രിക്കോയിഡിന്റെ താഴെയായിട്ട് ആണ് ഗ്ലാൻഡ് സിറ്റുവേറ്റ് ചെയ്യണേ. അതിന് ഒരു 2 ലോബ് ഉണ്ട്, ഇസ്മസ് ഉണ്ട്, പിരമിഡൽ ഗ്ലാൻഡും ഉണ്ട്. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ നെക്കിന്റെ ഇതാണ് ആന്റീരിയർ ട്രയാങ്കിൾ. ആന്റീരിയർ ട്രയാങ്കിൾ ആണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. വെയിറ്റ് എന്ന് പറയുന്നത് 20 gram ആണ്. അതല്ലേ MCQ എങ്ങനെ ചോദിച്ചെങ്കിലേ ഉള്ളൂ. 20 gram ആണ്. ഇനി ഓരോ ലോബിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 5/3/1.5 സെന്റിമീറ്റർ. ഇസ്മസിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഈ സെയിം 1.5/1.5. ഇവിടെ ഒരു 1.5 ഇല്ലേ, അതേ 1.5/1.5 ആണ് ഇസ്മസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഇസ്മസ് ലൊക്കേറ്റ് ചെയ്യണത് ഏത് റിംഗിലാണ്? 2 to 4th ട്രക്കിയൽ റിംഗിലാണ് ഇസ്മസ് ലൊക്കേറ്റ് ചെയ്യണേ. കേട്ടോ, ഇസ്മസ് ചിലപ്പം 10% ആൾക്കാരിൽ ആബ്സെന്റ് ആവുന്നൊക്കെ പറയുന്നുണ്ട്, അതെല്ലാവരും കാണണമെന്നില്ല. 2 to 4 ട്രക്കിയൽ റിംഗിൽ C5 to T1 ആണ്. ബാക്കി ആന്റീരിയർ ട്രയാങ്കിൾ. പിന്നെ വെയിറ്റും ഡയമെൻഷനും 5/3/1.5 1.5/1.5. ഓക്കെ. പിന്നെ ഇതിന്റെ ആന്റീരിയർ റിലേഷൻ എന്ന് പറയുമ്പോൾ മസിൽസ് ആണ്. സ്റ്റേർണോ ഹയോയിഡ് മസിലും സ്റ്റേർണോ തൈറോയിഡ് മസിലും, പിന്നെ ഇവിടെ ഒരു ഓമോ ഹയോയിഡ് മസിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് പിക്ചറിലുണ്ട്. ഇതൊന്നും എഴുതണ്ട കേട്ടോ, PDF നിങ്ങൾ നോക്കിയാൽ മതിയായിരിക്കും, അതായിരിക്കും എളുപ്പം. പിന്നെ ഇതാണ് നമ്മുടെ ഗ്ലാൻഡ്, ട്രക്കിയ ഈസോഫേഗസ്. ഈ പടം ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് കരോട്ടിഡ് ഷീത്തും അതിനകത്തുള്ള കരോട്ടിഡ് ആർട്ടറി, ഇന്റേണൽ ജുഗുലാർ വെയിൻ ഒക്കെ. ഇത് ആ സെയിം പടം തന്നെ. അതോടെ നിൽക്കട്ടെ, അല്ലെങ്കിൽ ഇത് പറയാം. കേൾക്കാലോ അല്ലേ? ഓക്കെ, ഇത് നമ്മുടെ ഗ്ലാൻഡ് ആണെന്നറിയാലോ. ഈ നെക്കില് ഇതിപ്പോ ഗ്ലാൻഡിന്റെ ആന്റീരിയർ പോസ്റ്റീരിയർ വ്യൂ എന്ന് വിചാരിക്കും. പ്രീ ട്രക്കിയൽ ഫേഷ്യ ഇല്ലേ, ട്രക്കിയനെ കവർ ചെയ്യുന്നത്. ഇത് ട്രക്കിയുടെ ഫ്രണ്ടിലല്ലേ ഇരിക്കുന്നത്, ക്രിക്കോയിഡിന്റെ താഴെ പ്രീ ട്രക്കിയൽ ഫേഷ്യ ഉണ്ട് ഇവിടെ. ആ ഫേഷ്യാണ് ഈ ഫുൾ ഇത് വരച്ചേക്കണേ. ഇതാ പ്രീ ട്രക്കിയൽ ഫേഷ്യ. കേക്കാലോ? പിന്നെ 2 ക്യാപ്സ്യൂളും ഉണ്ട്, ട്രൂ ക്യാപ്സ്യൂളും ഫോൾസ് ക്യാപ്സ്യൂളും. ഇതിനെ സറൗണ്ട് ചെയ്യുന്ന പ്രൊട്ടക്ട് ചെയ്യുന്ന ലെയേഴ്സ് ആണ് ട്രൂ ക്യാപ്സ്യൂളും ഫോൾസ് ക്യാപ്സ്യൂളും. ഈ ഫോൾസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് ഈ പ്രീ ട്രക്കിയൽ ഫേഷ്യയുടെ ഒരു പാർട്ടാണ്. അപ്പൊ സെയിം കളറിലായിരിക്കാം ഫോൾസ് ക്യാപ്സ്യൂൾ. പിന്നെ ട്രൂ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ തൈറോയിഡ് ഗ്ലാൻഡിന്റെ ബോഡി ഇല്ലേ, ആ ബോഡീന്റെ അറ്റത്ത് കുറച്ച് ഫൈബ്രോസിസ് വന്നിട്ടാണ് ട്രൂ ക്യാപ്സ്യൂൾ ഉണ്ടാവുന്നത്. നമ്മൾ സർജിക്കലി റിമൂവ് ചെയ്യുമ്പോൾ ഇതിന്റെ രണ്ടിന്റെയും ഇടയിലായിട്ടാണ് സർജിക്കൽ അവാസ്കുലർ പ്ലെയിൻ എന്ന് പറയും. സർജറി ചെയ്യുന്നത് ട്രൂ ക്യാപ്സ്യൂൾ മാത്രമാണ് നമ്മൾ റിമൂവ് ചെയ്യുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ ബ്ലഡ് സപ്ലൈ കൂടുതൽ ഇത് സ്പ്രെഡ് ആവുന്നത് ട്രൂ ക്യാപ്സ്യൂളിൽ അകത്താണ് എല്ലാ വാസ്കുലർ സപ്ലൈ ഇരിക്കുന്നത് കേട്ടോ. പക്ഷെ പ്രോസ്റ്റേറ്റിന്റെ കാര്യം വരുമ്പോൾ എന്തായിരിക്കും ഓർമ്മയുണ്ടോ? ഡീപ് ടു ട്രൂ ക്യാപ്സ്യൂൾ ആണ് റിമൂവ് ചെയ്യണത്. കേൾക്കാലോ അല്ലേ?
ഇതിനകത്ത് നമ്മൾ ബിറ്റ്വീൻ ട്രൂ ക്യാപ്സ്യൂൾ ഫോൾസ് ക്യാപ്സ്യൂൾ, പക്ഷെ പ്രോസ്റ്റേറ്റ് വരുമ്പോൾ ഡീപ്പർ ടു ട്രൂ ക്യാപ്സ്യൂൾ. ഫാൾസ് ക്യാപ്സ്യൂളിനകത്താണ് ട്രൂ ക്യാപ്സ്യൂൾ ഇരിക്കുന്നത്. ആദ്യം ട്രൂ ക്യാപ്സ്യൂൾ, ട്രൂ ആയിട്ടുള്ള ക്യാപ്സ്യൂൾ ആണ് ശരിക്കും പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതിന് പുറത്ത് വെറുതെ പേരിന് വേണ്ടി ഒരു ഫോൾസ് ക്യാപ്സ്യൂൾ, അത് ഫോൾസ് ആയതുകൊണ്ട് അത് വെറുതെ ഇരിക്കുന്ന സാധനം വിചാരിച്ചാൽ മതി. അതെന്ന് പറയുന്നത് പ്രീട്രക്കിയൽ ഫേഷ്യ ഉണ്ടായതാ. ഹലോ, കേക്കാം പറഞ്ഞോ. പിന്നെ ഈ തൈറോയിഡ് ഗ്ലാൻഡ് ഇരിക്കുന്ന ഒരു തൈറോയിഡ് ഫോസയിലാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. തൈറോയിഡ് ഫോസ എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന ഈ ഗ്ലാൻഡിന്റെ രണ്ട് സൈഡിലുള്ള സ്ഥലങ്ങളില്ലേ, അതിന്റെ ഇടയിലത്തെ ആ ഗ്യാപ്പാണ് തൈറോയിഡ് ഫോസ. അതിന്റെ മീഡിയലി ട്രക്കിയ ഈസോഫേഗസ് കാണാലോ, ട്രക്കിയ ഈസോഫേഗസും ലാറ്ററലി കാരോട്ടിഡ് ഷീത്തും. അങ്ങനെ ടെക്സ്റ്റിൽ വെറുതെ ഒരു ഫോസയുടെ കാര്യം പറയുന്നുണ്ട്. അതുണ്ട്. ഇനി ഇതുണ്ടോ, ബെറീസ് ലിഗമെന്റ് കാണാവോ? ഈ മൂന്ന് സാധനങ്ങളില്ലേ, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, അതാണ് നമ്മുടെ ലിഗമെന്റ് ബെറി. അതെന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു ഫോൾസ് ക്യാപ്സ്യൂളിന്റെ കാര്യം പറഞ്ഞില്ലേ, ബ്ലൂ കളറിൽ വരച്ച് പുറത്തുള്ള ഫോൾസ് ക്യാപ്സ്യൂളിന്റെ ബാക്കിലേക്ക് വരുമ്പോൾ അത് കുറച്ച് തിക്കായിട്ട് കണ്ടൻസ് ചെയ്ത് ക്രിക്കോയിഡിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കും. ഓക്കെ, അതാണ് ഈ ലിഗമെന്റ് ബെറി. ഇതിപ്പോ ഇതിന് കാണാമല്ലോ, ഗ്ലാൻഡിൽ നിന്ന് ക്രിക്കോയിഡിലേക്ക് പിക്ചറിലുണ്ട്. പിന്നെ വേണമെങ്കിൽ ഇത് നോക്കാം, ഈ ലെഫ്റ്റ് റിക്കറന്റ് ലാരിഞ്ചൽ നെർവ് ഈ ട്രക്കിയോ ഈസോഫേഗിയൽ ഗ്രൂവിൽ കൂടെയാണ് പോണത്. റൈറ്റ് എന്ന് വെച്ചാൽ ഇതിന്റെ ബാക്കിൽ കൂടെ, ഗ്ലാൻഡിന്റെ ബാക്കിൽ കൂടെയാണ് പോകുന്നത്. ഇതാണ് നേരത്തെ പറഞ്ഞത്, കാണാമല്ലോ, ട്രൂ ക്യാപ്സ്യൂൾ ഫോൾസ് ക്യാപ്സ്യൂൾ, അതിന്റെ രണ്ടിന്റെ ഇടയിൽ സർജിക്കൽ അവാസ്കുലർ പ്ലെയിൻ, പിന്നെ ബെറീസ് ലിഗമെന്റ് ക്രിക്കോയിഡിലേക്ക് ആ ഫോൾസ് ക്യാപ്സ്യൂളിൽ നിന്ന്. ഇനി നമുക്ക് ഇന്ന് റിലേഷൻസ് പറയാം. ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. മീഡിയലി എന്തൊക്കെ വരും? ട്രക്കിയ ഈസോഫേഗസ് വരും. പിന്നെ ട്രക്കിയുടെ മേളിലുള്ള ഒരു കാര്യം പറയാൻ വിട്ടേ, ഈ മേളിലേക്കുള്ള എക്സ്റ്റൻഷൻ ഇല്ലേ, നമ്മുടെ ഈ ലോബ്സ് ഇല്ലേ, ലോബ്സ് തൈറോയിഡ് കാർട്ടിലേജിന്റെ മിഡിൽ വരെ വരാം കേട്ടോ. മിഡിൽ ഓഫ് തൈറോയിഡ് കാർട്ടിലേജ് വരെ, ലാരിങ്സ് ഇരിക്കുന്ന തൈറോയിഡ് കാർട്ടിലേജിന്റെ മിഡിൽ വരെ വരാം. കേക്കാലോ അല്ലേ? പിന്നെന്ന് പറയുന്നത് അപ്പൊ ഇത് പറയുമ്പോൾ ട്രക്കിയ ഉണ്ട്, ഈസോഫേഗസ് ഉണ്ട്, ലോബിന്റെ സൈഡിൽ തൈറോയിഡ് കാർട്ടിലേജും ക്രിക്കോയിഡ് കാർട്ടിലേജും ഉണ്ടാവും. അത് ജസ്റ്റ് ഓർത്ത നമുക്ക് ഇമാജിൻ ചെയ്യാം. പിന്നെ ക്രിക്കോ തൈറോയിഡ് മെംബ്രെയിനും ഇൻഫീരിയർ കൺസ്ട്രിക്റ്റർ മസിലും. അതിന്റെ പടം ഇതിനകത്തില്ല, സാരില്ല. രണ്ട് മസിൽ ഉണ്ടെന്നോ ഈ പടത്തിൽ നമുക്ക് പറയാം. ഈ മസിൽ ഉണ്ടോ, തൈറോയിഡിനെയും ക്രിക്കോയിഡിനെയും കണക്ട് ചെയ്യുന്നത്, ക്രിക്കോ തൈറോയിഡ് മസിൽ. പിന്നെ ഈ മസിൽ ഉണ്ടോ, ക്രിക്കോയിഡ് തൈറോയിഡ് കാർട്ടിലേജിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നത്, അതാണ് ഇൻഫീരിയർ കൺസ്ട്രിക്റ്റർ. അപ്പൊ ഇത് രണ്ടും മീഡിയൽ റിലേഷനിൽ വരും. ഇതാണ് നമ്മുടെ ഗ്ലാൻഡ്. ഓക്കെ, പിന്നെ ലാറ്ററലി പറയുമ്പോൾ കാരോട്ടിഡ് ഷീത്ത്, നേരത്തെ കാണിച്ച ക്രോസ് സെക്ഷനിൽ ഓർമ്മയുണ്ടോ? കാരോട്ടിഡ് ഷീത്ത്, കാരോട്ടിഡ് ഷീത്ത് കാണാലോ, കാരോട്ടിഡ് ഷീത്തും സിമ്പത്തറ്റിക് ചെയിനും. ആ കാരോട്ടിഡ് ഷീത്തിനകത്ത് തന്നെ എന്താ സെർവൈക്കൽ സിമ്പത്തറ്റിക് ചെയിൻ ഇരിക്കുന്നത്. ഹലോ, അത്രയൊക്കെ ഉള്ളൂ, വലിയ കാര്യമില്ല. ഓക്കെ, ഇനി പോസ്റ്റീരിയർ റിലേഷൻ പറയുമ്പോഴില്ലേ, പോസ്റ്റീരിയറിൽ എന്തുണ്ട്? ഗ്ലാൻഡിന്റെ പോസ്റ്റീരിയറിൽ പാരാതൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ട്. കേക്കാലോ? ഗ്ലാൻഡിന്റെ ബാക്കിൽ പാരാതൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ട്. പിന്നെ ഈ ഗ്ലാൻഡിന്റെ പോസ്റ്റീരിയറിലായിട്ട് അത് കുറച്ചിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കും. ആ ഒരു ഇത് കണ്ടോ, ട്യൂബർക്കിൾ പോലെ കണ്ടോ? ആ ട്യൂബർക്കിളാണ് ട്യൂബർക്കിൾ ഓഫ് സക്കർ കാൻഡൽ എന്ന് പറയും. ആ പേരുണ്ടല്ലോ അതിനകത്ത്. അത് സർജിക്കലി റെലവെന്റ് ആണ്, ബിക്കോസ് താഴെക്കൂടെ പോകുന്ന താഴെക്കൂടെ പോകുന്ന നെർവ് ആണ് റിക്കറന്റ് ലാരിഞ്ചൽ നെർവ്. ആ ലാരിഞ്ചൽ നെർവിന്റെ ഇപ്പൊ നമ്മൾ സർജറി ചെയ്യുമ്പോൾ ഈ നെർവിന് കംപ്ലൈന്റ് ഒന്നും വരാതിരിക്കാൻ നമ്മൾ ആദ്യം ട്യൂബർക്കുലർ സക്കർ കാൻഡൽ കണ്ടുപിടിക്കും. എന്നിട്ട് അതിന്റെ അടിയിൽ നിന്ന് ഈ നെർവിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യും. അങ്ങനെയാണ് തൈറോയിഡെക്ടമി ചെയ്യുമ്പോൾ സർജിക്കൽ ഇമ്പോർട്ടൻസ് ആണ് ആ ട്യൂബർക്കുളിനുള്ളത് കേട്ടോ. സർജറി ആയോ ഞാൻ പറഞ്ഞതോളൂ. എന്നുള്ളത്. പിന്നെ രണ്ട് ട്രയാങ്കിളിന്റെ കാര്യം പറയുന്നുണ്ട്, ബീഹേഴ്സ് ട്രയാങ്കിളും റിഡിൽസ് ട്രയാങ്കിളും. ഇതും നമ്മൾ റിക്കറന്റ് ലാരിഞ്ചൽ നെർവിന്റെ സർജിക്കൽ ഇമ്പോർട്ടൻസ് ആണ്. സർജറി ചെയ്യുമ്പോൾ അതിനെ ആ ലൊക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ട്രയാങ്കിൾ ആണ് ബീഹേഴ്സ് ട്രയാങ്കിൾ. അപ്പം അതിന്റെ ഈ സൈഡില് ഈ
ലോങ് ആയിട്ട് വരുന്ന കോമൺ കാരോട്ടിഡ് ആർട്ടറി, പിന്നെ ഇൻഫീരിയർ തൈറോയിഡ് ആർട്ടറി, റിക്കറന്റ് ലാരിഞ്ചൽ നെർവും കൂടെ കൂടിയിട്ടുള്ള ഒരു ട്രയാങ്കിളാണ്. ഇതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഇത്രയും ടെക്സ്റ്റ് പറയുന്നുള്ളൂ കേട്ടോ. റിക്കറന്റ് ലാരിഞ്ചൽ നെർവ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് കേട്ടോ. അതിലെ ട്യൂബർക്കുലോസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടോ? കാണാവോ? അതെ, ഇത് അതിന്റെ സൈഡിൽ കൂടെയാണ് റിക്കറന്റ് ലാരിഞ്ചൽ നെർവ് വരുന്നത്. അപ്പൊ നമ്മൾ ഇത് റിമൂവ് ചെയ്തിട്ട് പിന്നെ ഇത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ ഒരു ട്രയാങ്കിളും കൂടെ പറയണ്ടേ, ജോൾസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അത് എക്സ്റ്റേണൽ ലാരിഞ്ചൽ നെർവിന് വേണ്ടിയിട്ടാണ്. അതിന്റെ എന്ന് വെച്ചാൽ ഇതിന്റെ ഈ ബോർഡർ ഇല്ലേ, അപ്പർ ബോർഡർ ഓഫ് തൈറോയിഡ് കാർട്ടിലേജ് ആണ് ഒരെണ്ണം വരുന്നത്. പിന്നെ മിഡിൽ ലൈൻ ഓഫ് നെക്ക് ഒരു സൈഡ് വരും. പിന്നെ നമ്മുടെ മസിൽസ്, നേരത്തെ പറഞ്ഞ തൈറോഹൈഡ്, ഓമോഹൈഡ് അങ്ങനത്തെ മസിൽസ് ഒക്കെ വേറെ സൈഡ് വരും. എന്നിട്ട് അതിന്റെ അകത്ത് കൂടെയാണ് ഈ റിക്കറന്റ് ലാരിഞ്ചൽ നെർവും എന്താണ് ഈ സുപ്പീരിയർ തൈറോയിഡ് എക്സ്റ്റേണൽ ലാരിഞ്ചൽ നെർവ്, അതും സുപ്പീരിയർ തൈറോയിഡ് ആർട്ടറി ഒക്കെ പോണേന്ന് പറയുന്നത് കേട്ടോ. ഇതും ജസ്റ്റ് പറഞ്ഞിട്ടേ ഉള്ളൂ. ഇങ്ങനെ MCQ ചോദിക്കുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ഇത് രണ്ടും കൂടി പിക്ചറിലുണ്ട് കണ്ടോ. ബീഹേഴ്സ് ട്രയാങ്കിൾ താഴെ, കാരോട്ടിഡ് ആർട്ടറി, പിന്നെ നമ്മുടെ എന്താ ഇൻഫീരിയർ തൈറോയിഡ് ആർട്ടറി ഇതും. പിന്നെ ഇപ്പുറത്ത് വരുമ്പോൾ ജോൾസ് ആണ്, JOLL ആണ്. ജോൾസ് ട്രയാങ്കിളിൽ ഈ നമ്മ അപ്പർ പോളും മറ്റേ മസിൽസും, നെക്കിലെ മസിൽസും, മീഡിയൽ ഇത് റിക്കറന്റ് ലാരിഞ്ചൽ നെർവിന്, എക്സ്റ്റേണൽ ലാരിഞ്ചൽ നെർവിന് വേണ്ടി. പിന്നെ ആർട്ടീരിയൽ സപ്ലൈ. ഈ പിക്ചർ നോക്കിയാൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ആർച്ചിഫൈട്ടാ, ഇത് ആർച്ചിഫൈട്ടെന്ന് അറിയാം. ഇത് ലെഫ്റ്റ് സബ്ക്ലേവിയനും ലെഫ്റ്റ് കോമൺ കാരോട്ടിഡ്. ലെഫ്റ്റ് കോമൺ കാരോട്ടിഡ് രണ്ടായിട്ട് എക്സ്റ്റേണൽ കാരോട്ടിഡും ഇന്റേണൽ കാരോട്ടിഡോ. എക്സ്റ്റേണൽ കാരോട്ടിഡിന്റെ ബ്രാഞ്ച് ആണ് സുപ്പീരിയർ തൈറോയിഡ് ആർട്ടറി എന്ന് പറയുന്നത്. ഓക്കെ. എന്നിട്ട് ഈ സബ് ക്ലേവിയനിന്ന് തൈറോ സെർവൈക്കൽ ട്രങ്ക് ഇങ്ങനെ വരും. തൈറോ സെർവൈക്കൽ ട്രങ്കിന്റെ ഒരു ബ്രാഞ്ച് ആണ് ഇൻഫീരിയർ തൈറോയിഡ് ആർട്ടറി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി സുപ്പീരിയർ തൈറോയിഡ് ആർട്ടറി 1/3 ഓഫ് ദ ഗ്ലാൻഡ്. ഇതുണ്ട്, ഇത്രയല്ലേ വന്നിട്ടുള്ളൂ. 1/3 ഓഫ് ദ ഗ്ലാൻഡ് എന്ന് വിചാരിക്കാം. ഇൻഫീരിയർ തൈറോയിഡ് ആർട്ടറി 2/3 ഓഫ് ദ ഗ്ലാൻഡിനെ സപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ആക്സസറി ആർട്ടറി ഉണ്ട്, തൈറോയിഡ് ഇമ ആർട്ടറി എന്ന് പറയും. അത് എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് ബ്രാഞ്ച് ഓഫ് അയോട്ട എന്നായിരിക്കും, ആണെന്ന് തോന്നുന്നു. നോക്കണം. ബ്രാഞ്ച് ഓഫ് അയോട്ട ഓർ ബ്രേക്കിയോസെഫാലിക് ആർട്ടറി എന്ന് പറയും. ബ്രാഞ്ച് ഓഫ് അയോട്ട എന്ന് വിചാരിക്കാം. തൈറോയിഡ് ഇമ ആർട്ടറി. ഓക്കെ. അത് തന്നെയാണ് ഈ പിക്ചറിലും. ഈ പിക്ചറിൽ വേറെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇത് മാത്രം നോക്കിയാൽ മതി, ബാക്കി അതിന്റെ സെയിം തന്നെയാണ്. ഇതുണ്ടോ, ഇതിനകത്ത് ഇത് നമ്മുടെ വേഗസ് നെർവ്. ഈ നെർവ് ഇല്ലേ താഴേക്ക് ഇങ്ങനെ പോകുന്നത് രണ്ട് സൈഡിലും, യെല്ലോ നെർവ്, അതാണ് വേഗസ് നെർവ്. വേഗസ് നെർവിന്റെ ഒരു ബ്രാഞ്ച് ആയിട്ടാണ് ഇത് വരണേ. എക്സ്റ്റേണൽ ലാരിഞ്ചൽ നെർവ് ഇങ്ങനെ വരുന്നത്. ഓക്കെ. പിന്നെ താഴേന്ന് ഇങ്ങനെ വരുമ്പോ റിക്കറന്റ് ലാരിഞ്ചൽ നെർവ് അതിന്റെ ബ്രാഞ്ച് ആയിരിക്കും തോന്നുന്നത്. റിക്കറന്റ് ലാരിഞ്ചൽ നെർവ് ഇങ്ങനെ വരുന്നുണ്ട്. എക്സ്റ്റേണൽ സുപ്പീരിയർ ലാരിഞ്ചൽ നെർവിന്റെ ഒരു ബ്രാഞ്ച് ആണ് ഇത്. പിന്നെ സുപ്പീരിയർ ലാരിഞ്ചൽ ഒരു ബ്രാഞ്ച് ആയിട്ട് എക്സ്റ്റേണൽ ലാരിഞ്ചൽ നെർവ് ആണ്. പിന്നെ റിക്കറന്റ് ലാരിഞ്ചൽ നെർവ് താഴെ കൂടെ വരുന്നുണ്ട്. അപ്പൊ ഈ പിക്ചറിൽ നിങ്ങൾ നോക്കണം, സൂം ചെയ്യാൻ പറ്റുമോ? ഇതില് കണ്ടോ, ഈ ഒരു ഏരിയ കണ്ടോ? ഗ്ലാൻഡിന്റെ അടുത്തേക്ക് വരുമ്പം ഇവർ രണ്ടുപേരും രണ്ട് വഴിക്ക് പോകും. ഓക്കെ. സുപ്പീരിയർ തൈറോയിഡ് ആർട്ടറിയും എക്സ്റ്റേണൽ ലാരിഞ്ചൽ നെർവും അത്ര അടുത്തല്ല ഇരിക്കുന്നത്, ഗ്ലാൻഡിന്റെ അടുത്ത്. അപ്പൊ നമ്മൾ സർജറി ചെയ്യുമ്പോൾ ഈ ആർട്ടറി നമ്മൾ ലൈഗേറ്റ് ചെയ്യണമല്ലോ. ആർട്ടറി ലൈഗേറ്റ് ചെയ്യുന്നത് ക്ലോസ് ടു ദ ഗ്ലാൻഡ്, ക്ലോസർ ആയിരിക്കണം. അടുത്ത് വെച്ച് വേണം ലൈഗേറ്റ് ചെയ്യാൻ. ദൂരെ വെച്ച് ലൈഗേറ്റ് ചെയ്ത് എന്ത് രണ്ടും കൂടെ ഇത് കട്ടായി പോകും. ഹലോ, കേക്കാവോ? ഹലോ. പിന്നെ അടുത്തെന്ന് പറയുമ്പോ ഇത് താഴത്തെ ആർട്ടറി ഇല്ലേ, ഇൻഫീരിയർ തൈറോയിഡ് ആർട്ടറി. ഇൻഫീരിയർ തൈറോയിഡ് ആർട്ടറിയും റിക്കറന്റ് ലാരിഞ്ചൽ നെർവ് നോക്കാം. ഇത് ഗ്ലാൻഡിന്റെ അടുത്ത് വരുമ്പോഴാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇത് ലൈഗേറ്റ് ചെയ്യുമ്പോൾ ദൂരെ വെച്ച് വേണം ലൈഗേറ്റ് ചെയ്യാൻ. ഓക്കെ. അതാണ് ഈ പിക്ചറിൽ പറയണത്. ആദ്യത്തത് മെയിൻ എന്ന് പറയുന്നത് അടുത്തത് ഗ്ലാൻഡ് ദൂരം വെച്ചിട്ട് ലൈഗേറ്റ് ചെയ്യണം, നെർവ് ഡാമേജ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കെ. ഇനി ഈ വെയിനിന്റെ കഥയൊന്നുമില്ല. 3 വെയിൻ നേരത്തെ പറഞ്ഞില്ലേ, സുപ്പീരിയർ തൈറോയിഡ് ആർട്ടറി പറഞ്ഞില്ലേ, അതിന്റെ കൂടെ സുപ്പീരിയർ തൈറോയിഡ് വെയിൻ വരും. സുപ്പീരിയർ തൈറോയിഡ് വെയിൻ വരും. ആ വെയിൻ എന്ന് പറയുന്നത് ഇതിലേക്ക്
ഡ്രെയിൻ ചെയ്യും. ഇൻഫീരിയർ ഇന്റേണൽ ജുഗുലാറിലേക്ക് ഡ്രെയിൻ ചെയ്യും. പിന്നെ ഒരു മിഡിൽ തൈറോയിഡ് ആർട്ടറി ഉണ്ട്, അത് ഇന്റേണൽ ജുഗുലാറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഡ്രെയിൻ ചെയ്യും. പിന്നെ നമ്മുടെ ഇൻഫീരിയർ തൈറോയിഡ് ആർട്ടറി ഇല്ലേ, ഇത് ഇൻഫീരിയർ തൈറോയിഡ് ആർട്ടറി എന്ന് പറയുന്നത് ലെഫ്റ്റ് ബ്രേക്കിയോസെഫാലിക് ട്രങ്കിലേക്കാണ് ഡ്രെയിൻ ചെയ്യണത്. സുപ്പീരിയർ തൈറോയിഡ് ആർട്ടറിയും മിഡിൽ തൈറോയിഡ് ആർട്ടറി ഉണ്ട്, പിന്നെ ഇൻഫീരിയർ തൈറോയിഡ് ആർട്ടറി ഉണ്ട് ബ്രേക്കിയോസെഫാലിക് ട്രങ്കിലേക്ക്. ഓക്കെ, പിന്നെ ഒരു ഫോർത്ത് ആർട്ടറിയെ കുറിച്ച് പറയുന്നുണ്ട്, വെയിൻ ആട്ടോ, കോച്ചേഴ്സ് ഫോർത്ത് തൈറോയിഡ് വെയിനെ കുറിച്ച് പറയുന്നുണ്ട്. അതെന്ന് പറയുന്നത് ബിറ്റ്വീൻ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ തൈറോയിഡ് വെയിന്റെ ഇടയിൽ കൂടെയാണ്, ഇടയിലാണ് ഇന്റേണൽ ജുഗുലാറിലേക്ക് കയറുന്നതെന്ന് പറയുന്നുണ്ട്. ഇതാ ഈ ഒരു വെയിനില്ലേ, കാണാവോ ഈ ലൈൻ വെച്ച് വെച്ചേക്കുന്നത്? ഇതാണ് മറ്റേ ഡെവലപ്മെന്റ് പറഞ്ഞ ഫൊറമെൻസിക്കും ഹൈഡ് ബോണിന്റെ ഫ്രണ്ടിൽ കൂടെ താഴേക്ക് വന്ന് ട്രക്കയുടെ ഫ്രണ്ടിൽ വന്ന് സെറ്റിൽ ചെയ്തു. ഓക്കെ, പിന്നെ നോഡ്സ് പറയുമ്പോ ഫസ്റ്റ് പറയുന്ന നോഡാണ് പ്രീ ലാരിഞ്ചൽ നെർവ്. ലാരിങ്സ് അല്ലേ മേലില്, അപ്പൊ പ്രീ ലാരിഞ്ചൽ നെർവ്, അതിന്റെ വേറൊരു പേരാണ് ഡെൽഫിയൻ നോഡ്. ഒരു പാരാ നോഡ് ഉണ്ട്, ഒരു പ്രീ ട്രക്കിയൽ നോഡും ഉണ്ട്. ലാരിങ്സ് കഴിഞ്ഞ് താഴെ ട്രക്കിയ, പ്രീ ലാരിഞ്ചൽ കഴിഞ്ഞു പ്രീ ട്രക്കിയ, പാരാ ട്രക്കിയ, രണ്ട് സൈഡില് ഇമാജിൻ ചെയ്താൽ മതിയേ. പിന്നെ ഒരു തൈറോയിഡിന്റെ സറൗണ്ട് ചെയ്തിട്ടൊരു പെരി തൈറോയിഡിലും കൂടെ ഉണ്ട്. പിന്നെ മീഡിയാസ്റ്റീനത്തിൽ ഒരു മീഡിയാസ്റ്റീനിലുണ്ട്, നെക്കിൽ നമ്മുടെ സെർവൈക്കലുണ്ട്, ഡീപ് സെർവൈക്കൽ ലിംഫ് നോഡ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ആ ലോക്ക് പൊസിഷൻ ഒക്കെ വെച്ച് അസ്യൂം ചെയ്താൽ മതി. ഈ പ്രീ ലാരിഞ്ചൽ എന്ന് പറയുന്നത് സിഎ ലാരിങ്സിലും സിഎ തൈറോയിഡിലൊക്കെ പെട്ടെന്ന് എഫക്ട് ആവുന്ന നോട്ട്സ് ആണ്. ലാരിങ്സിന്റെ ഫ്രണ്ടിലുള്ളത് ബാക്കിൽ സിഎ ലാരിങ്സ് ആയതുകൊണ്ട്, താഴെ തൈറോയിഡ് ആയതുകൊണ്ട് ലാരിങ്സിന്റെയും തൈറോയിഡിന്റെയും കാർസിനോമയിൽ ഇതിനെ എഫക്ട് ചെയ്യും. ഇനി ഇതിന്റെ ലിംഫാറ്റിക് ഡ്രെയിനേജ് ഉണ്ടോ? ഈ അസെൻഡിങ് ഇപ്പൊ എന്താണ്, അസെൻഡിങ് മീഡിയൽ, അസെൻഡിങ് ലാറ്ററൽ, ഡിസെൻഡിങ് മീഡിയൽ, ഡിസെൻഡിങ് ലാറ്ററൽ, അതാണ് സൈറ്റ്സ്. അയ്യോ, ആരോ ഔട്ടായോ? ആരാ? അയ്യോടാ, ഐഷ ഉണ്ടായിരുന്നില്ല. ഗുഡ് മോർണിംഗ് ഐഷ. അല്ല, ഉണ്ടായിരുന്നു, ഇപ്പൊ പോയതാ. പ്രൈമറി ഡ്രെയിനേജ് ഉണ്ട്, സെക്കൻഡറി ഡ്രെയിനേജ് ഉണ്ട്. പ്രൈമറി ആദ്യം ഗ്ലാൻഡിൽ ഡയറക്റ്റ് അങ്ങോട്ട് പോകുന്നു. സെക്കൻഡറി ഡ്രെയിനേജ് ഡയറക്റ്റ് പോയതിനകത്ത് നിന്ന് എങ്ങനെ പിന്നെ ബാക്കി പോകത്തില്ലേ, വേറെ വഴിക്കൊക്കെ പോയിട്ട് അവസാനം ഇവിടെ എത്തുന്നത്? ഫസ്റ്റ് ഡ്രെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ അസെൻഡിങ് മീഡിയൽ പ്രീ ലാരിഞ്ചൽ ലിംഫ് നോഡ്സിലേക്കാണ് പോണേ. മേലിലുള്ളതല്ലേ, ഗ്ലാൻഡിന്റെ മേലിലാണല്ലോ ലാരിങ്സ് ഇരിക്കണേ, നടുക്കായിട്ട്. അപ്പൊ പ്രീ ലാരിഞ്ചലിലേക്ക് പോകും. ഓക്കെ, ഡിസെൻഡിങ് മീഡിയൽ എന്ന് പറയുന്നത് അതിന്റെ താഴെ ട്രക്കയുണ്ട്, അപ്പൊ പ്രീ ട്രക്കയിലേക്ക് പോകും. പട്ടാവുന്നുണ്ടോ? ഇല്ല. പിന്നെ അസെൻഡിങ് ലാറ്ററൽ എന്ന് പറയുന്നത് ഗ്ലാൻഡിന്റെ രണ്ട് സൈഡില് സെർവൈക്കൽ ലിംഫ് നോഡ്സ് ഇല്ലേ, നെക്കല്ലേ, അപ്പൊ അപ്പർ ഡീപ് സെർവൈക്കലിലേക്കാണ് ഇത് പോകുന്നത്. അസെൻഡിങ് ലാറ്ററൽ. ഇനി ഡിസെൻഡിങ് ലാറ്ററൽ എന്ന് പറയുന്നത് ട്രക്കിയ, താഴെ എന്താണ് സൈഡിൽ ട്രക്കിയാണ്, അപ്പൊ പാരാ ട്രക്കിയൽ ലിംഫ് നോഡ്സിലേക്ക്. പിന്നെ കുറച്ച് റിക്കറന്റ് ലാരിഞ്ചൽ നെർവിന്റെ ഒരു ചെയിൻ ഉണ്ട്, അത് അങ്ങോട്ടേക്ക് പോകുന്നു പറയുന്നുണ്ട്. മെയിൻ ആയിട്ട് നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന ഓർത്താൽ മതി. മെയിലാണെങ്കിൽ നടുക്ക് പ്രീ ലാരിഞ്ചൽ ഉണ്ട്, സൈഡിൽ എന്താ ഉള്ളത്, അപ്പർ സെർവൈക്കൽ, ഡീപ് സെർവൈക്കൽ ലിംഫ് നോഡ്സ്. താഴെയാണെങ്കിൽ പ്രീ ട്രക്കിയൽ ഉണ്ട്, സൈഡില് പാരാ ട്രക്കിയൽ. ഇതാണ് പ്രൈമറി എന്ന് പറയുന്നത്. ഇനി സെക്കൻഡറി ഡ്രെയിനേജ് എന്ന് പറയുമ്പോൾ ഈ പ്രീ ലാരിഞ്ചലിൽ നിന്ന് ഇവര് അപ്പർ ഡീപ് സെർവൈക്കലിലേക്ക് പോകും. പിന്നെ ഈ പ്രീ ട്രക്കിയൽ, പാരാ ട്രക്കിയൽ, പിന്നെ ഈ റിക്കറന്റിനകത്ത് നിന്നൊക്കെ ലോവർ ഡീപ് സെർവൈക്കലിലേക്ക് പോകും. ഹലോ, ഓക്കെ. പിന്നെ അപ്പോഴേക്കും ഇതിനെ എഫക്ട് ചെയ്യുന്ന കുറെ ട്രയാങ്കിൾസ് ഓഫ് ഇത് പറയണോ? ട്രയാങ്കിൾസ് ഓഫ് നെക്ക് അറിയണോ? സബ്മെന്റൽ, 1A സബ്മെന്റൽ, ആദ്യ ഫ്രണ്ട് എന്നാണ് 1A 1B, സബ് മാൻഡിബുലാറും സബ് മെന്റലും. പിന്നെ 2 എന്ന് പറയുമ്പോൾ നെക്കിന്റെ മേളില് അപ്പർ ജുഗുലാർ വരും. 3 എന്ന് പറയുമ്പോൾ ഈ സൈഡിലായിട്ട് മിഡിൽ ജുഗുലാർ, അത് സ്റ്റേർണോക്ലീഡോമാസ്റ്റോയിഡിന്റെ പുറത്താണ് 2ഉം 3ഉം 4ഉം ഇരിക്കണേ. ഓക്കെ, 2Bയും 3ഉം 4ഉം ഇത് സ്റ്റേർണോക്ലീഡോമാസ്റ്റോയിഡ് മസില. ഇത് കണ്ടോ, ഇത് സ്റ്റേർണോക്ലീഡോമാസ്റ്റോയിഡ് മസില, അതിന്റെ മേലിലാണ്. ഇപ്പം അപ്പർ ജുഗുലാർ, മിഡ് ജുഗുലാർ, പിന്നെ 4 എന്ന് പറയുന്നത് സൂപ്രാ ക്ലാവിക്കുലർ. ഇവിടെ ക്ലാവിക്കുലർ എന്ന് വിചാരിച്ചു, സൂപ്രാ ക്ലാവിക്കുലർ. 5 എന്ന് പറയുന്നത് ബാക്കിലായിട്ടാണ്, പോസ്റ്റീരിയർ ട്രയാങ്കിളിലാണ് 5 ഇരിക്കുന്നത്. 6 പാരാട്രക്കിയൽ. ജസ്റ്റ് ഓർത്താൽ മതി. അപ്പൊ ഇതിനകത്ത് നമുക്ക് എഫക്ട് ചെയ്യണത് ഇങ്ങനെ ഒരു ലൈൻ വരച്ച ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ എഫക്ട് ചെയ്യുന്നത്. 2Aയും 3യും 4Bയും പിന്നെ താഴത്തെ സൂപ്രാ ക്ലാവിക്കുലറും എഫക്ട് ചെയ്യാം കേട്ടോ.
ഇതൊക്കെ ജസ്റ്റ് ഓർത്താൽ മതി. ഇനി ജസ്റ്റ് ഇതിന്റെ ഫിസിയോളജി ഇല്ലേ, അത് പറയാനായിട്ടാണെങ്കിൽ ഒന്നുമില്ല. ഇതാ ഇത് നോക്കോ, ഹൈപ്പോതാലമസ് ഉണ്ടോ? ഹൈപ്പോതാലമസിന്ന് ഇത് നമുക്ക് അറിയണ കാര്യം, തൈറോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ, അത് ആന്റീരിയർ പിറ്റ്യൂട്ടറി വന്നു, അതിനെ കൊണ്ട് TSH റിലീസ് ചെയ്യിപ്പിച്ചു. ഓക്കെ, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ റിലീസ് ചെയ്യിപ്പിച്ചു. അത് നമ്മുടെ ഗ്ലാൻഡിലേക്ക് വന്നിട്ട് T3 T4 ഉണ്ടാക്കുന്നു. T3 T4 കൂടുമ്പോൾ ഇത് നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കും. പിറ്റ്യൂട്ടറിയിലേക്കും കൊടുക്കും, ഹൈപ്പോതാലമസിലേക്കും കൊടുക്കും, നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കും. ഓക്കെ, ഈ സൈഡിൽ നോക്കുവാണെങ്കിൽ അപ്പൊ നമുക്ക് ഈ TSH റിലീസ് ചെയ്യാനായിട്ട് TSH റിലീസ് ചെയ്തു. അപ്പൊ നമ്മൾ ഗ്ലാൻഡിന് ഹോർമോൺ ഇത് ഉണ്ടാക്കണം. അപ്പൊ എന്ത് പറ്റും, ഈ ഫോളിക്കുലർ സെൽസ് ഇല്ലേ, ഫോളിക്കുലർ സെൽസ് ഉണ്ട്, അതിന്റെ ഇടയിലാണ് പാരഫോളിക്കുലർ സെൽസ് ഒക്കെ ഇരിക്കുന്നത്. ഓക്കെ, ഫോളിക്കുലർ സെൽസ് T3 T4 ഉണ്ടാക്കും, പാരഫോളിക്കുലർ സെൽസ് കാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ടാക്കും. ഓക്കെ, ഫോളിക്കുലർ സെൽസ് T3 T4 പിന്നെ തൈറോഗ്ലോബുലിൻ ഇല്ലേ ബൈൻഡ് ചെയ്യാനായിട്ട്, നമ്മുടെ ഈ അയഡൈൻ മോണോയിഡ് തൈറോയിഡ് ഡൈഅയഡ് ഒക്കെ വന്നിട്ട് ബൈൻഡ് ചെയ്തിട്ട് തൈറോഗ്ലോബുലിൻ ആവാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു പ്രോട്ടീനാണ് തൈറോഗ്ലോബുലിൻ. ആ പ്രോട്ടീനും ഉണ്ടാക്കി കൊടുക്കും. ഓക്കെ, ഇതിപ്പോ നമ്മൾ ഇതൊരു ഫോളിക്കിൾ ആണെന്ന് വിചാരിക്കേ, തൈറോയിഡ് ഫോളിക്കിൾ. ഓക്കെ, ഈ ഫോളിക്കിളിനകത്ത് അയഡിൻ, ഇത് ബ്ലഡ് ആണ്, ബ്ലഡിൽ നിന്ന് അയഡിൻ വന്നു, സോഡിയം അയഡൈഡ് പമ്പ്, അതുവഴി അയഡിൻ അകത്തേക്ക് വന്നു. എന്നിട്ട് സോഡിയം കൂടെ അകത്തേക്ക് വന്നില്ലേ, എന്നിട്ട് സോഡിയം പൊട്ടാഷ്യം പമ്പ് വഴി സോഡിയത്തിനെ പുറത്തേക്ക് എടുത്തു. അപ്പൊ ബ്ലഡിൽ സോഡിയം പോയി അകത്ത് പൊട്ടാഷ്യം വന്നു. പൊട്ടാഷ്യത്തിന്റെ കാര്യം നമ്മൾ പറയുന്നില്ല. ഓക്കെ, അങ്ങനെ അതൊരു സൈക്കിളായിട്ട് അവിടെ അങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. അയഡിൻ വന്നതിന് പെൻഡ്രിഡ് എന്ന് പറയുന്ന ഒരു ട്രാൻസ്പോർട്ടർ അയഡിനെ ഈ കൊളോയിഡിന്റെ ഈ ഫോളിക്കിളിന്റെ അകത്തേക്ക് വിടും. ഇതാണ് നമ്മുടെ അകത്തുള്ള കൊളോയിഡ് എന്ന് പറയുന്നത്. പെൻഡ്രിഡ് എന്ന് പറയുന്ന ഒരു ട്രാൻസ്പോർട്ട്. അപ്പൊ നമ്മുടെ അയഡിൻ ഇവിടെ വന്നു, ഇതിനകത്ത് വന്നിട്ടുണ്ട്, കൊളോയിഡിൽ വന്നിട്ടുണ്ട് അയഡിനെ. അപ്പം ഇതാ ഈ പ്രോസസ്സാണ് അയഡൈഡ് ട്രാപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് അയഡൈഡ് ഓക്സിഡേഷൻ. അയഡൈഡിനെ നമുക്ക് അയഡിൻ ആക്കണം. അതിന് ഹെൽപ്പ് ചെയ്താണ് തൈറോയിഡ് പെറോക്സിഡേസ് എന്ന് പറയുന്ന ഒരു എൻസൈം. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഫോളിക്കിൾ സെൽസ് തൈറോഗ്ലോബുലിൻ ഉണ്ടാക്കുമെന്ന്. ഇതാണ് തൈറോഗ്ലോബുലിൻ. ആ തൈറോഗ്ലോബുലിനും നേരത്തെ വന്നിട്ടുള്ള തൈറോഗ്ലോബുലിൻ ഇപ്പൊ പറയണ്ട, ഇവിടുന്ന് ഇത് ടൈറോസിനാണ്. ടൈറോസിനും അയഡിനും കൂടെ കമ്പൈൻ ചെയ്തിട്ട് മോണോ അയഡോ ടൈറോസിനും ഡൈ അയഡോ ടൈറോസിൻ, അയഡിനും ടൈറോസിനും അയഡോ ടൈറോസിൻസ്, മോണോയും ഡൈയും. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് T3 T4 ഉണ്ടായി. T3 T4 ഇവര് തൈറോഗ്ലോബുലിനായിട്ട് കമ്പൈൻ ചെയ്യും. എന്നിട്ട് ഇതിനെ പുറത്തേക്ക് അങ്ങ് റിലീസ് ചെയ്യും. T3 T4 ഉണ്ടായ പ്രോസസ്സ് കപ്ലിംഗ് ആട്ടോ. ഇതിനെ ഫോളിക്കിളിനകത്തേക്ക് റിലീസ് ചെയ്യും. എന്നിട്ട് ലൈസോസോംസ് ഇത് ആവശ്യമുള്ളപ്പം ലൈസോസോംസ് വന്നിട്ട് ഈ തൈറോഗ്ലോബുലിനെയും T3 T4നെയും കൂടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് T3 T4നെ ബ്ലഡിലേക്കും വിടും, തൈറോഗ്ലോബുലിനെ ഇങ്ങോട്ടേക്കും വിടും. ഓക്കെ, കൊളമായോ? ഹലോ, മനസ്സിലായോ? ഇനി ബ്ലഡ് ചെന്നിട്ട് ഇത്രയായില്ലേ, T3 T4 ബ്ലഡിൽ വന്നു. ബ്ലഡ് ചെന്നിട്ട് ചുമ്മാ ട്രാവൽ ചെയ്യാൻ പാടാണ്, ഫ്രീ T4 കുറവാണ്, T3 T4 കുറവാണ്. അപ്പൊ ഇത് നമുക്ക് തൈറോയിഡ് ബൈൻഡിങ് പ്രോട്ടീൻ ആയിട്ട് ഇത് ബൈൻഡ് ചെയ്യും. പ്രോട്ടീൻസ് പറയണ ആൽബുമിൻ, പിന്നെ എന്താണ് തൈറോയിഡ് ബൈൻഡിങ് പ്രോട്ടീൻ, തൈറോയിഡ് ബൈൻഡിങ് പ്രീ ആൽബുമിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻസ് ആണ് കൂടുതലായിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ഇവര് പോയിട്ട് എന്തെങ്കിലും ഇതിന്റെ ഇപ്പൊ മസിലിലോ ഗ്ലാൻഡിലോ ഒക്കെ ചെല്ലും. ബോഡിയിലെ എല്ലാ സെല്ലിനും കുറെ സെല്ലിനൊക്കെ തൈറോയ്ഡ് ആവശ്യമുണ്ടല്ലോ. അവിടെ ചെന്നിട്ട് T4 T3 ആയിട്ട് കൺവേർട്ട് ചെയ്യും. T3 ആണ് ആക്റ്റീവ് ഫോം എന്ന് പറയുന്നത്. എന്നിട്ട് അത് മെറ്റബോളിസത്തിനും ഗ്രോത്തിനും ഒക്കെ എഫക്ട് ചെയ്യും. ഓക്കെ, ഇത്രേ ഉള്ളൂ അനാറ്റമി ഫിസിയോളജി. പിന്നെ ഫങ്ഷൻസ് പറയുമ്പോൾ ഗ്രോത്തിന് വേണം, ഹാർട്ട് ബീറ്റ് ചെയ്യാനായിട്ട് വേണം, ഇൻസുലിന്റെ എഫക്ട്, ബോണിന്റെ ടേൺ ഓവർ, അങ്ങനെ കുറെ ഫങ്ഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അതിന്റെ കാര്യമൊന്നുമില്ല. ഓക്കെ, ഇനി ഗോയിറ്റർ എന്ന് പറയും. ഗോയിറ്റർ എന്ന് പറയുന്നത് ചുമ്മാ ഒരു എൻലാർജ് തൈറോയിഡിനാണ് നമ്മൾ ഗോയിറ്റർ എന്ന് പറയണത്. പടത്തുന്നുണ്ടല്ലോ ഗോയിറ്റർ എന്നുള്ള വേർഡ് മീനിങ് എന്ന് വെച്ചാൽ ഗട്ടർ എന്നാണ്. ലാറ്റിനിൽ ഗട്ടർ എന്നാണ്. MCQ എങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ത്രോട്ട് എന്ന മീനിങ് ഉള്ള ഗട്ടർ എന്നാണ് ഉണ്ടായത്. ടൈപ്സ് ഓഫ് ഗോയിറ്റർ ഉണ്ട്. സിമ്പിൾ ഗോയിറ്റർ, ടോക്സിക് ഗോയിറ്റർ, നിയോപ്ലാസ്റ്റിക്. ബിനൈന മാലിഗ്നന്റ് വന്ന് നിയോപ്ലാസ്റ്റിക് ഉണ്ട്. തൈറോയിഡൈറ്റിസ് കൊണ്ടിട്ട് ഇൻഫ്ലമേഷൻ കൊണ്ട് ഗ്ലാൻഡ് എൻലാർജ് ആവുകയാണെങ്കിൽ തൈറോയിഡൈറ്റിസ്. പിന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടിട്ടാണെങ്കിൽ റെയർ കോസസ് ഒക്കെ പറയുന്നുണ്ട്. ഇനി സിമ്പിൾ ഗോയിറ്റർ എന്ന് വെച്ചാൽ അത് നോൺ ടോക്സിക് ആയിട്ടുള്ള ഗോയിറ്റർ ആണ്.
അതിന്റെ ടൈപ്സ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അത് ഹൈപ്പർ തൈറോയിഡ്സ് ഉണ്ടാക്കുന്നില്ല. ഗ്ലാൻഡ് എൻലാർജ് ചെയ്താൽ ഹൈപ്പർ തൈറോയിഡ്സ് ഉണ്ടാക്കുന്നില്ല. അതാണ് സിമ്പിൾ ഗോയിറ്റർ. സിമ്പിൾ ഗോയിറ്ററിന്റെ ടൈപ്സ് ഡിഫ്യൂസ് ഹൈപ്പർപ്ലാസ്റ്റിക്, ചുമ്മാ ഒരു ഡിഫ്യൂസ് ആയിട്ട് മൊത്തത്തിൽ ഒന്ന് കുറച്ച് വലുതായിരിക്കുകയാണ്, അപ്പോഴും ഗോയിറ്റർ ആയില്ലേ. പക്ഷെ ഇതിനകത്ത് ആക്റ്റീവ് നോഡ്യൂൾസ് കുറവായിരിക്കും. ആക്റ്റീവ് നോഡ്യൂൾസ് ആണ് ഈ T3 T4 സെക്രീറ്റ് ചെയ്യണത്. ഓക്കെ, പിന്നെ അടുത്തത് കൊളോയിഡ് ഗോയിറ്റർ. പിന്നെ നമുക്ക് പഠിക്കാനുള്ള മൾട്ടി നോഡുലർ ഗോയിറ്റർ, സോളിറ്ററി നോഡുലർ തൈറോയിഡ്, പിന്നെ റിക്കറന്റ് ആയിട്ട് വരുന്ന നോൺ ടോക്സിക് ഗോയിറ്റർ, പിന്നെ ഒരു വുൾഫ് ചെയ്ക്കോഫ് എഫക്റ്റും ഹൊക്കൈഡോ ഗോയിറ്റർ ഉണ്ട്. അത് വേണ്ടതാണോ എന്ന് എനിക്കറിയില്ല. വുൾഫ് ചെയ്ക്കോഫ് എഫക്റ്റ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ അയഡിൻ കണ്ടന്റ്, നമ്മൾ ഒരുപാട് അയഡിൻ എടുക്കുക, കുറെ അയഡിൻ കണ്ടന്റ് ഉണ്ടെങ്കിൽ അയഡിൻ കൂടുമ്പോഴേക്കും അത് ഈ മറ്റേ ഇത് വരത്തില്ലേ, നെഗറ്റീവ് ഫീഡ്ബാക്ക് വഴി തൈറോയിഡിന് റിലീസ് ഇൻഹിബിറ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. അത് ചോദിക്കത്തൊന്നും ഇല്ലായിരിക്കും. വുൾഫ് ചെയ്ക്കോഫ് എഫക്റ്റ് എന്നാണ്. പിന്നെ ഒരു ഹൊക്കൈഡോ എഫക്റ്റ് കണ്ടത്. ഹൊക്കൈഡോ എന്ന് പറഞ്ഞാൽ ജപ്പാനിലെ ഏതോ സ്ഥലം എന്തോ ആണ്. അവിടുത്തെ ആൾക്കാർ കഴിക്കുന്ന അയഡിൻ റിച്ച് സീവീഡ്സ് ആണ് അങ്ങനെ അവർക്ക് ഗോയിറ്റർ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ വേസ്റ്റ് ആണ്. ടെക്സ്റ്റിൽ എന്തോ ക്ലാസിഫിക്കേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോക്സിക് ഗോയിറ്റർ എന്ന് പറയുമ്പോൾ ഡിഫ്യൂസ് ടോക്സിക് ഗോയിറ്റർ ഉണ്ട്. മൊത്തത്തിൽ ഡിഫ്യൂസ് ആയിട്ട് ഭയങ്കര വലുതായി വരുന്ന ടോക്സിക് ഗോയിറ്റർ, അതാണ് ഗ്രേവ്സ് ഒക്കെ വരുന്നത്, പ്രൈമറി ആയിട്ട് വരുന്നത്. പിന്നെ മൾട്ടിനോഡുലാർ ഗോയിറ്റർ ഉണ്ട്, സെക്കൻഡറി ആയിട്ട് വരുന്നത് ക്ലമ്മർ സിൻഡ്രോം എന്ന് പറയും. പിന്നെ ടോക്സിക് നോഡ്യൂൾ ഉണ്ട്. പിന്നെ റിക്കറന്റ് ടോക്സിക്കോസിസ്, രണ്ടിനകത്ത് റിക്കറന്റ് വരുന്നുണ്ട്. നിയോപ്ലാസ്റ്റിക്കിൽ ബിനൈനും മാലിഗ്നന്റും. തൈറോയിഡൈറ്റിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, ഡീകോയറൻസ് തൈറോയിഡൈറ്റിസ്, റിഡൽസ് തൈറോയിഡൈറ്റിസ്. അതിനെ കുറിച്ച് ഞാൻ ഒന്നും വായിച്ചില്ല കേട്ടോ. പിന്നെ റയർ ആയിട്ട് വരുന്ന എന്തൊക്കെയോ കോസസ്. ഇനി നമ്മുടെ മൾട്ടിനോഡുലാർ ഗോയിറ്ററെ പറ്റിയിട്ടാണ്. മൾട്ടിനോഡുലാർ ഗോയിറ്റർ എങ്ങനെ ഉണ്ടാവണേന്നാണ്. പിന്നില്ലേ ഈ നോൺ ടോക്സിക് സിമ്പിൾ ഗോയിറ്റർ ഇല്ലേ, ഈ പ്യൂബർട്ടിയിലും പ്രഗ്നൻസിയിലും കൂടുതലായിട്ട് കാണും. ഫിസിയോളജിക്കലായിട്ട് നമുക്ക് കുറച്ച് എൻലാജ്മെന്റ് കാണാൻ പറ്റും. സിമ്പിൾ വെറുതെ ഒരു എൻലാജ്മെന്റ്, സിമ്പിൾ ഗോയിറ്റർ ഒക്കെ പ്യൂബർട്ടിയിലും പ്രഗ്നൻസിയിലും കാണും. അയൺ ഡെഫിഷ്യൻസി അനിമിയയിൽ ഉണ്ടാവാം. പിന്നെ സെക്കൻഡറി ആയിട്ട് ഇപ്പൊ നമ്മൾ കുറെ ഈ ഗോയിട്രോജൻസ് പറയില്ലേ, ക്യാബേജ്, സോയാബീൻ അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ ഡ്രഗ്സ്, ആന്റി തൈറോയിഡ് ഡ്രഗ്സ്, റേഡിയോ ആക്റ്റീവ് അയഡിൻ, ലിത്തിയം, അങ്ങനത്തെ കുറച്ച് ഡ്രഗ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ സിമ്പിൾ ഗോയിറ്റർ വരും കേട്ടോ. ഇനി പത്തോജെനസിസ് എന്ന് പറയുമ്പോൾ പ്യൂബർട്ടിയിലും പ്രഗ്നൻസിയിലും. അപ്പൊ പ്യൂബർട്ടിയിലും പ്രഗ്നൻസിയിലും ഗ്രോത്ത് കുറെ നടക്കുന്ന സമയല്ലേ, അപ്പൊ ഡിമാൻഡ് ഉണ്ടാവും. T3 T4 ഡിമാൻഡ് കൂടുതലായിരിക്കും. അപ്പം ഉള്ളതൊക്കെ യൂസ് ചെയ്ത് പോകുമ്പോൾ നേരത്തെ TSH ഫീഡ്ബാക്ക് പോകും കുറെ ഉണ്ടാക്കാനായിട്ട്. കുറെ TSH ഉണ്ടാക്കാനായിട്ട് ബ്രെയിനിലേക്ക് പിറ്റ്യൂട്ടറിയിലേക്ക് ഫീഡ്ബാക്ക് കൊടുക്കും. അപ്പൊ പിറ്റ്യൂട്ടറി കുറെ TSH റിലീസ് ചെയ്യുമ്പോൾ ഗ്ലാൻഡ് എന്ത് ചെയ്യും, പെട്ടെന്ന് ഹൈപ്പർട്രോഫി ചെയ്യും. അതാണ് ഫിസിയോളജിക്കൽ ഗോയിറ്റർ എന്ന് പറയുന്നത് മൾട്ടിനോഡുലാറിൽ. അങ്ങനെ കുറെ അത് ഞാൻ പറയാം. പിന്നെ ഉള്ളത് ഒരെണ്ണം എൻഡമിക് ആയിട്ട് വരുന്ന അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ വരുന്നത്. പിന്നെ ഡിസ് ഹോർമോണോജെനസിസ്, ഈ ഹോർമോണിന്റെ ഇംബാലൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ പെറോക്സിഡേസ് എൻസൈം ഡെഫിഷ്യൻസി ഇല്ലേ, നമ്മൾ ഓക്സിഡേഷൻ യൂസ് ചെയ്ത പെറോക്സിഡേസ് എൻസൈം അതിൻ്റെത്, അല്ലെങ്കിൽ ഗോയിട്രോജൻസ്, ക്യാബേജും അങ്ങനത്തെ ഡ്രഗ്സും അയഡൈഡ് ഒക്കെ കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ പ്രീവിയസ് റേഡിയേഷൻ ടു നെക്ക്, ഈ ലിംഫോമയ്ക്കും ലങ് ക്യാൻസറിനൊക്കെ നമ്മൾ നെക്കിൽ റേഡിയേറ്റ് ചെയ്യുവാണെങ്കിൽ, നെക്കിൽ കൊടുക്കേണ്ടി വന്നാൽ അതും ഇതിന്റെ ഗ്രോത്തിന് കാരണമാവും, ഗോയിറ്റർ ഉണ്ടാവാനായിട്ട് കാരണമാണ്. ഓക്കെ, പ്യൂബർട്ടി, പ്രഗ്നൻസി, അയഡിൻ ഡെഫിഷ്യൻസി, ഈ എൻസൈം ഡെഫിഷ്യൻസി, ഗോയിട്രോജൻസ്. അയഡിൻ ഡെഫിഷ്യൻസി ഉണ്ടായ എങ്ങനെയാണ്? അയഡിൻ ഡെഫിഷ്യൻസി ആണോ അയൺ ഡെഫിഷ്യൻസി ആണോ? അയഡിൻ അല്ലേ? അയഡിൻ ഡെഫിഷ്യൻസി ഉണ്ടായ എങ്ങനെയാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് വലുതാവുന്നത്? എങ്ങനെയാണ് അയഡിൻ ഡെഫിഷ്യൻസി ഉണ്ടായി ഇപ്പൊ T3 T4 ഉണ്ടാവുന്നില്ല. അപ്പൊ നമ്മൾ നെഗറ്റീവ് അല്ല പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുക, കുറെ